സുധീഷ് കുമാർ, ഇത് ഞാൻ മനസ്സിലാക്കി താങ്കൾ ആ സംഘടനയുടെ കോർഡിനേറ്റർ എന്തോ ആണ്. താങ്കൾ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവുമാണ്. സുധീഷ് കുമാർ, എങ്ങനെയാണ് രാഹുൽ രാജ് എന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഈ കാണിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരാൾ രാഹുൽ രാജാണ് കേട്ടോ. എങ്ങനെയാണ് അയാളെപ്പോലൊരു ക്രിമിനൽ ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുന്നത് ശ്രീ സുധീഷ് കുമാർ? മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ 2 ദിവസമായി കേരള സമൂഹം ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത കൊടും ക്രൂരതയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചു, ഇങ്ങനൊരു ക്രിമിനലിനെ എങ്ങനെയാണ് സംഘടനയുടെ ഭാരവാഹിയാക്കാൻ സാധിക്കുമെന്നുള്ളത്. കേരളത്തിൽ 18 ഗവൺമെൻറ് നേഴ്സിംഗ് സ്കൂളുകളുണ്ട്. ഈ 18 ഗവൺമെൻറ് നേഴ്സിംഗ് സ്കൂളുകളിലായി 1700-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരേ ഒരു സംഘടനയാണ് വിദ്യാർത്ഥികൾക്കുള്ളത്, KGSNA. കേവലം 3 വർഷത്തെ കോഴ്സിനാണ് അവർ വരുന്നത്. ഈ 3 വർഷ കാലഘട്ടത്തിനുള്ളിൽ എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുക? കഴിഞ്ഞ വർഷം രാഹുൽ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ സഹഭാരവാഹിയായിരുന്നു. യാതൊരുവിധ രീതിയിലുള്ള കുറ്റങ്ങളും സാധിച്ചില്ല എന്നുള്ളതാണ്. അവിടെ പ്രശ്നം ഉണ്ടായാൽ അവർ പോയി പറയേണ്ട സംഘടനയാണ് ഈ സംഘടന, അല്ലേ? താങ്കൾ പറയുന്ന പ്രകാരം അവർക്കുള്ള ഏക സംഘടന ഈ പറഞ്ഞ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഏക സംഘടനയാണ്. ആ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ എന്ന് പറഞ്ഞാൽ ആ സംഘടന അമരക്കാരെ വന്നിരുന്ന് പീഡിപ്പിക്കുക. എന്നിട്ട് ആ അമരക്കാരെ പീഡിപ്പിച്ചതിന് ശേഷം മാത്രം അയാൾക്ക് നടപടി സ്വീകരിച്ചിട്ട് നിങ്ങൾ വന്നിരുന്ന് ഈ പറയുന്ന എന്താണ് വേറെന്തൊക്കെയോ പറയലാണോ സുധീഷ് കുമാർ? ശ്രീ ഹാഷ്മി ഞാനൊന്ന് പറയട്ടെ, എന്നൊന്ന് പറയാൻ അനുവദിക്കും. കഴിഞ്ഞ വർഷം സംഘടനയുടെ സഹഭാരവാഹിയായിരുന്ന കാലഘട്ടത്തിൽ യാതൊരുവിധ പരാതിയും ആ വിദ്യാർത്ഥിയെ കുറിച്ച് ഞങ്ങൾക്ക് കേട്ടിട്ടില്ല. കഴിഞ്ഞ വർഷമാണോ സ്കൂളിൽ ഈ സംഭവം അറിഞ്ഞ ശേഷമല്ലേ സാറേ ഇയാളെ മാറ്റുന്നത്? അവിടുന്ന് ഈ സംഭവം അറിഞ്ഞ ശേഷമല്ലേ അയാളെ അവിടുന്ന് മാറ്റുന്നത്? ഈ സംഭവം അറിഞ്ഞപാട് ഞങ്ങൾ ഇവിടെ ഈ സംഘടനയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇടുന്നുണ്ട്. വി ദ മെമ്പേഴ്സ് ഓഫ് KGSNA സ്ട്രോങ്ലി കണ്ടം എന്നൊക്കെ പറഞ്ഞ് ഒരു വാർത്താക്കുറിപ്പ്. ആ വാർത്താക്കുറിപ്പിൽ താഴോട്ട് പോയാൽ ഈ മഹാൻ ആ സംഘടനയുടെ എന്താണ് പതാകയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ അടക്കുക. അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും മാറ്റ്. എന്നിട്ട് നിങ്ങൾ വേദമോത്. ഞങ്ങൾ ഈ വിഷയം അറിയുന്നത് ശ്രീ ഹാഷ്മി 11-ാം തീയതിയാണ്. 11-ാം തീയതി ഏകദേശം വൈകിട്ട് 6 മണിക്ക് സംഭവം അറിഞ്ഞ പാടെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ രാജിനെ മാത്രമല്ല ആ ബാക്കിയുള്ള 4 പേരടക്കം 5 പേരെയും സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ ഞങ്ങൾ പുറത്താക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയില്ല. എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയുക? അങ്ങനെ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ സംഘടനയുടെ പരമപ്രധാനമായിട്ടുള്ള പൊസിഷൻ ഞങ്ങൾ കൊണ്ടുവരില്ലായിരുന്നു. ഞങ്ങൾക്കത് അറിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് സ്കൂളിൽ നിന്നോ ഹോസ്റ്റലിൽ നിന്നോ യാതൊരുവിധ പരാതി, സിംഗിൾ പരാതിയും ഞങ്ങൾക്ക്. അങ്ങനെയെങ്കിൽ താങ്കൾ ആ സംഘടനയുടെ എന്ത് കോർഡിനേറ്ററാണ്? ഇപ്പൊ ഇത്രമാത്രം ഒരു കിരാത മനസ്സുള്ള ഒരുത്തനെ ആ സംഘടനയുടെ തലപ്പത്തേക്ക് എടുത്തു വെച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങൾ നേരത്തെ അറിയുക എന്ന് ചോദ്യം ചോദിച്ച് നിസ്സഹായമാവാൻ പറ്റുമോ? എങ്ങനെയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് നേരത്തെ അറിയുക? ഞങ്ങൾ ജ്യോതിഷം പഠിച്ചിട്ടുള്ള ആളുകളല്ലോ. മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇയാൾ ഇത്തരക്കാരനാകും എന്ന് കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഇയാളെ നമുക്ക് ഭാരവാഹിയാക്കാതിരിക്കാൻ സാധിക്കുക? വേറെ ആരും ഇല്ലേ നിങ്ങളുടെ സംഘടനയിൽ? അല്ലെങ്കിൽ KGSNA സംഘടനയിൽ സംസ്ഥാന നേതാവാക്കാൻ പറ്റിയ വേറെ ആരും ഇല്ലേ സാറേ? ഞാൻ അറിഞ്ഞത് ജില്ലാ നേതൃത്വം ഇയാൾക്കെതിരെ ശക്തമായി വിയോജിപ്പ് അറിയിച്ചു. താങ്കളുടെ ഇടപെടലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ജില്ലാ നേതൃത്വം ഈ രാഹുൽ രാജിനെ സംസ്ഥാന നേതാവാക്കാതിരിക്കാൻ ശ്രമിച്ചു. താങ്കളുടെ ഇടപെടൽ നേതാവാക്കിയതാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ വാർത്തയെ വളച്ചൊടിക്കരുത്, തെറ്റായിട്ടുള്ള വാർത്ത കൂടെ പ്രചരിപ്പിക്കരുത്. യാതൊരുവിധ ലക്ഷ്യവും ഞങ്ങൾക്ക് ഈ വിഷയത്തിലില്ല. ശ്രീ രാഹുൽ രാജിനോട് പ്രത്യേക രീതിയിൽ ഒരു കമ്മിറ്റ്മെന്റ് ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 44 വർഷമായിട്ട് സമാനതകളില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് KGSNA. 1980-ലാണ് KGSNA രൂപീകൃതമായത്. ഈ
ഈ കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 44 വർഷത്തിനുള്ളിൽ ഒരു ജില്ലയിൽ പോലും ഒരു നഴ്സിംഗ് സ്കൂളിൽ പോലും 18 ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ ഒരു നഴ്സിംഗ് സ്കൂളിൽ പോലും യാതൊരുവിധ രീതിയിലുള്ള റാഗിംഗ് ഉണ്ടായിട്ടില്ല. സംഘടനയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കില്ലേ സാറേ? സംഘടനയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കില്ലേ? സംഘടനയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കില്ലേ? അതിന്റെ പ്രവർത്തനമല്ല, അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു മനുഷ്യട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന ദൃശ്യങ്ങൾ അവർ പകർത്തുന്നത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് തന്നെ വിനയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ ദൃശ്യങ്ങൾ കാണിച്ച് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാനാ. ആ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടി നിൽക്കുന്ന കേരളത്തോട് ആ സംഘടനയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തല്ലേ?